പൊടി വിണ്ണിലുള്ള ചന്ദ്രനും തോറ്റുപോകും താരകവും കണ്ണു ചുമ്മും വിസ്മയമാം അഞ്ചു ചിഞ്ചു മഞ്ചു വിണ്ണൻ രോമാഞ്ചം ആദ്യത്തെ 1000 കോടി ചിത്രം ഇതായിരിക്കും. മലയാള സിനിമയെ ഹോളിവുഡ് ലെവലിലോട്ടേക്ക് മാറ്റിയിരിക്കുകയാണ് എമ്പുരാനിലൂടെ ലാലേട്ടനും പൃഥ്വിരാജും. പ്രതീക്ഷ പോലെയൊക്കെ ലാലേട്ടൻ്റെ പെർഫോമൻസ് പ്രതീക്ഷയ്ക്ക് അപ്പുറമുണ്ട്. വേറെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ട ഏതായിരിക്കും? വേറെ പെർഫോമൻസ് മഞ്ജു വാര്യരുടെ റോള് കൊള്ളാം, ടോവിനോയുടെ റോള് കൊള്ളാം. എല്ലാവർക്കും തുല്യമായ കഥാപാത്രമാണ്, തുല്യമായ. പ്രതീക്ഷ പോലെയൊക്കെ തന്നെയാണോ ട്വിസ്റ്റുകളൊക്കെ വന്നത്? അല്ല, വില്ലനൊക്കെ പ്രതീക്ഷ പോയ പോലെ തന്നെയാണോ? വില്ലൻ നമ്മൾ പ്രതീക്ഷിച്ച ആളുകളല്ലേ. എങ്കിലും മലയാള സിനിമയിൽ ആദ്യത്തെ 1000 കോടി ചിത്രം ഇതായിരുന്നു. പോലെ തന്നെ എത്തിയോ ലാലേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ? ഉറപ്പായും ഒരു വേൾഡ് മൂവി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സൂപ്പറായിരുന്നു. എത്ര കോടി തൂക്കും? അയ്യോ, അത് നമ്മൾ പറയണ്ടല്ലോ, അത് വഴി അങ്ങ് നടന്നോളും. ഇൻഡസ്ട്രിയൽ ഹിറ്റ് ആവും ഉറപ്പായും. ബാക്കി ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? BGM, DOP എല്ലാം അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ഡയറക്ഷനൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പുള്ളി ഡയറക്ഷനിലോട്ട് മാത്രം പോകുന്നതാണ്. കാരണം വെച്ചാൽ മലയാള സിനിമ ഇനി ഒരു വേറെ ലെവലിലോട്ട് എത്തി. ഒറ്റ സ്റ്റെപ്പിനാണ് ഹൈ ലെവലിലേക്കാണ് കയറിയിരിക്കുന്നത് മലയാള സിനിമ. അതിൽ ഓരോ വൈഡ് ഷോട്ടുകളെന്ന് പറയുമ്പം മലയാളത്തിന് ഇങ്ങനത്തെ ഒരു വൈഡ് ഷോട്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് വൈഡ് ഷോട്ടുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും സീൻ മാറി. ശരിക്കും മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതിയിരിക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട്. നന്നായി ഇഷ്ടപ്പെട്ടു. പേരെന്താ? നിരഞ്ജന. എവിടുന്ന വരുന്നേ? ലാലേട്ടൻ്റെ സിനിമ ആദ്യമായിട്ടാണോ തിയേറ്ററിൽ പോയി കാണുന്നത്? അല്ല, നേരത്തെ കണ്ടിട്ടുണ്ട്. ഈ പടത്തിൽ ലാലേട്ടൻ അല്ലാതെ വേറെ ഇഷ്ടപ്പെട്ട ആരൊക്കെയാണ്? പൃഥ്വിരാജ്, മഞ്ജു വാര്യരൊക്കെ എങ്ങനെയുണ്ട്? മ്യൂസിക്കും BGM ഒക്കെ നന്നായി. ഓവറോൾ നല്ല ഇഷ്ടപ്പെട്ടു പടം. സെറ്റ് കറുത്ത മാലാകയാണ് കിട്ടിയ, കറുത്ത മാലാക ഡൺ. ഫാമിലിക്ക് എല്ലാവർക്കും കഥയെന്ന് പറഞ്ഞ സെറ്റ്. എല്ലാവരും ഓടിയൊന്ന് കാണും. ഓടിയെന്നാ ഇത് പൊളിക്കൂലേ? പൊളിയല്ലേ മുത്തേ, പൊളി. ലാലേട്ടൻ പൊളി. മലയാളത്തിന്റെ സീൻ മൊത്തത്തിൽ മാറി. ഈ ഇടക്കാലത്ത് ഈ സിനിമ ഇതേണക്കുള്ള ഒരു സിനിമ നമ്മൾ കണ്ടിട്ടില്ല. ബോളിവുഡിനെ വെല്ലണ ഒരു തരത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. നല്ല ലാലേട്ടൻ്റെ വലിയൊരു കമ്പാക്ക് തന്നെയാണ്. അടിപൊളിയാണ്. പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ അത് നല്ല രീതിയിൽ പറഞ്ഞ കാര്യമാണ്. തൊണ്ടയൊക്കെ പോയി അലറി വിളിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവാതെ ഇരിക്കുകയാണ്, കരഞ്ഞോണ്ട് ഇരിക്കുകയാണ്. അടുത്ത് വീണ്ടും സിനിമ കാണണമെന്ന് മൊത്തത്തിൽ ആവേശമാണ്. അതെ, ഭയങ്കര സന്തോഷമാണ്. നല്ല സന്തോഷം. പടം ആവറേജാണ്. അതായത് എലിമിനേറ്റ് ഇല്ല, അതാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ അത് കറക്റ്റായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ആ സിനിമയിൽ അതിൽ നടന്നിട്ടുണ്ട്. പിന്നെ കുറേ ഏഴ്ചയിലുണ്ട്. പ്രതീക്ഷ പോലെ അങ്ങ് എത്തിയില്ല. കുറേ ഹൈപ്പായിരുന്നു ഭയങ്കര. വില്ലനൊക്കെ പ്രതീക്ഷ പോലെ എത്തിയോ? വില്ലനെത്തിയിട്ടില്ല. ഇല്ല. എക്സ്പീരിയൻസ് ചെറിയൊരു ഡിസപ്പോയിൻറ്റ്മെൻ്റ് ഉണ്ടോ? ഫസ്റ്റ് ലൂസിഫർ വൈനായിട്ട് അടിപൊളിയാണ്. ഇത് കുറേ ഹൈപ്പ് കൊടുത്ത് ഇറക്കിയോണ്ടാണ് എത്തിയില്ല. ആ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് ലാലേട്ടൻ്റെ? അത് കൊള്ളാം. ബാക്കി പെർഫോമൻസുകൾ ഇഷ്ടപ്പെട്ട്? അത് തന്നെ ആവറേജാണ്. പിന്നെ ഫാൻസുകാർ പറയും കൊള്ളാം, അടിപൊളിയെന്ന് പറയും. ആവറേജാണ് പടം. ഫാനല്ലേ? നമ്മൾ കൊള്ളാമെന്ന് പറഞ്ഞാൽ പക്ഷേ പടം അവർ ഉദ്ദേശിച്ചതിൻ്റെ അത്ര അവരൊരു സ്റ്റോറിയാണ് ക്രിയേറ്റ് ചെയ്തത്. ഇലുമിനാറ്റിയുടെ സ്റ്റോറി. അതായത് അവർ വിചാരിച്ച പലതും നടക്കും. അതായത് മോഹൻലാൽ ആ സിനിമയിൽ വർക്കൗട്ടായിട്ടുണ്ട്. അവർ വിചാരിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതാണ് ഇലുമിനാറ്റിന് ഉദ്ദേശിക്കുന്നവർ. അത് അവർ കറക്റ്റായിട്ട് വർക്ക് ആയിട്ടുണ്ട്. പിന്നെ കുറേ ആഴ്ചയിലുണ്ട്. ശരി.